നമ്മൾ ഒരു ചോക്ക് കഷ്ണം എടുത്ത് പൊടിച്ച് ഏറ്റവും ചെറിയ ഒരു തരിയാക്കി മാറ്റുന്നു എന്ന് കരുതുക. ഇനി അതിനെ പൊടിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തുമ്പോൾ ആ കാണാൻ പോലും കഴിയാത്ത തരിയെ നമ്മൾ എന്ത് വിളിക്കും? അതെ, അതാണ് ആറ്റം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അത്ഭുത കണികയായ ആറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. സയൻസ് പഠിക്കാൻ തുടങ്ങുന്ന ഏതൊരാളും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ആറ്റം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, എന്തിന് നമ്മൾ പോലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോടിക്കണക്കിന് ആറ്റങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ സയൻസിലെ പല വലിയ ആശയങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ആറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ലഭിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ഈ ആറ്റം എന്ന ആശയം കൊണ്ടുവന്നത് എന്നാണ്. 1803 ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റമിക് തിയറി അഥവാ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത്. ഗ്രീക്ക് പദമായ ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന പേരുണ്ടായത്. വിഭജിക്കാൻ കഴിയാത്തത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അന്നത്തെ കാലത്ത് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ശാസ്ത്രം വളർന്നപ്പോൾ മനസ്സിലായി ആറ്റത്തെ വീണ്ടും വിഭജിക്കാമെന്ന്. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ആകുന്നത്. ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. ഒരു ആറ്റത്തിനുള്ളിൽ പ്രധാനമായും 3 കണങ്ങളാണുള്ളത്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇവയെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നു. ഇത് എങ്ങനെയാണ് ആറ്റത്തിൽ ഇരിക്കുന്നതെന്ന് നോക്കാം. ആറ്റത്തിൻ്റെ നടുക്കൊരു കേന്ദ്രമുണ്ട്. ഇതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. 1911 ഏണസ്റ്റ് റദർഫോർഡാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്? ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പാതകളെ നമ്മൾ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവയുടെ ചാർജ് എന്താണെന്ന് നോക്കാം. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും. ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല, അതായത് ന്യൂട്രൽ. ഇനി നമുക്ക് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിച്ചത് ആരാണെന്ന് നോക്കാം. അതായത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റദർഫോർഡാണ്. പ്രോട്ടോൺ എന്ന പേര് നൽകിയതും റദർഫോർഡാണ്. എന്നാൽ ചിലയിടത്ത് ഗോഡ്സ്റ്റീൻ എന്നും കാണാം. പ്രോട്ടോണിൻ്റെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഗോഡ്സ്റ്റീൻ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് 1897. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അത് 1932 കേട്ടോ. ഇതുവരെ പറഞ്ഞത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അറ്റോമിക് തിയറി കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൽ 3 കണങ്ങളുണ്ട്: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണ്. അവിടെയാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. ചുറ്റും കറങ്ങുന്നതാണ് ഇലക്ട്രോൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാറുള്ളൊരു പോർഷനാണ്: അറ്റോമിക് നമ്പരും മാസ് നമ്പരും. എന്താണ് അറ്റോമിക് നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. സാധാരണ ഒരു ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കും. ഇതിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇസഡ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ്. അപ്പോൾ മാസ് നമ്പർ എന്താണ്? ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടുന്നതാണ് മാസ് നമ്പർ. ഇതിനെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇത് മറക്കാതെ ഓർക്കാനൊരു വഴിയുണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളാണുള്ളത്. എ എന്ന അക്ഷരം വലുതും ഇസഡ് അവസാനമുള്ളത് ചെറിയ അക്ഷരമാണെന്ന് സങ്കല്പിക്കുക. മാസ് നമ്പർ രണ്ടും കൂടി കൂട്ടുന്നത് വലിയ സംഖ്യയായിരിക്കും. അറ്റോമിക് നമ്പർ എപ്പോഴും ചെറുതായിരിക്കും. ഇതാണ് ഇസഡ്. ഇപ്പം ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് പല ശാസ്ത്രജ്ഞരും പല മോഡലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് എന്ന് പറയുന്ന മോഡൽ.
ഒരു തണ്ണിമത്തം മുറിച്ചാൽ അതിലെ ചുവന്ന ഭാഗം പോലെ പോസിറ്റീവ് ചാർജും അതിലെ കുരുക്കൾ പോലെ നെഗറ്റീവ് ചാർജുമുള്ള ഇലക്ട്രോണുകളും ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീടാണ് റദർഫോർഡിൻ്റെ പ്രശസ്തമായ ഗോൾഡ് ഫോയിൽ പരീക്ഷണം വന്നത്. അദ്ദേഹം ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും അതിനെ ന്യൂക്ലിയസ് എന്നും വിളിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത്. പിന്നീട് നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോണുകൾ ചുറ്റും കറങ്ങുന്ന കൃത്യമായ ഓർബിറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ക്ലാസ് തീരുന്നതിന് മുമ്പായിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ റിവൈസ് ചെയ്യാം. വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥം വരുന്ന ആറ്റോമിക്സ് എന്ന പദത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്. ആറ്റമിക് തിയറി ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ചു. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് ആണ്. അത് കണ്ടുപിടിച്ചത് റദർഫോർഡ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുമാണ് ഉള്ളത്. പുറത്ത് കറങ്ങുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ്. പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റമിക് നമ്പരും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെത്തുക മാസ് നമ്പരുമാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഈ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? അടുത്ത ചോദ്യം: ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? അടുത്ത ചോദ്യം: പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? അടുത്തത് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? അവസാനമായിട്ട് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്നുകൂടി ഒന്ന് ഓർത്തു നോക്കുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും മനസ്സിലാകാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മികച്ച ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.